മുടി വെട്ടി അപ്പം മുതൽ കാണാൻ തുടങ്ങിയതാണ് കേട്ടോ. ഒരു ദിവസം ഒരു 5ഉം 6ഉം തവണ, ഒരു 10 തവണയെങ്കിലും ഞാനത് കണ്ടിട്ടുണ്ടാവും കെട്ടി കെട്ടി നടക്കൽ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ മിന്നൂസ് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലത്തെ ചെറിയ കളികളും കാര്യങ്ങളും ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേന് വലിയ പരിപാടികളൊന്നുമില്ല. തലേ ദിവസത്തെ കറി ബാക്കിയുണ്ട്, പക്ഷേ മീനൊന്നുമില്ല കേട്ടോ. തലേ ദിവസം നമ്മൾ നെത്തൽ വെച്ച കാരണം തന്നെ മീനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പപ്പടം കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് അങ്ങനെ വിചാരിച്ചു കേട്ടോ. പിന്നെ അതാ ഇന്നലെ വൈകുന്നേരം ഞാൻ പഴംപൊരി പൊരിച്ചതിൻ്റെ ഒരു ഇതൊക്കെയാണ് ആ സ്റ്റവിന്മേൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ലിക്വിഡ് ഞാൻ ഡെറ്റോളും പിന്നെ അതേപോലെ നമ്മുടെ പാത്രം കഴുകുന്ന ഡിഷ് വാഷും പിന്നെ കുറച്ച് വെള്ളവും മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കുപ്പിയിലാക്കി വെക്കും കേട്ടോ. ആ കുപ്പി 55 രൂപ എന്തോ ആണ് തോന്നുന്നു, ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഒരു സ്പ്രേ ബോട്ടിലാണ്, അത്യാവശ്യം ബലമുള്ളതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പഴംപൊരി പൊരിച്ചപ്പോൾ എൻ്റെ വെളിച്ചെണ്ണയുടെ കളർ ഇങ്ങനെയാണ് കേട്ടോ, എന്താണെന്ന് അറിയില്ല. പക്ഷെ ഞാൻ ഈ ഒരു എണ്ണയിൽ തന്നെയാണ് കേട്ടോ പപ്പടം പൊരിച്ചത്. അപ്പോൾ ഒരു തവണ യൂസ് ചെയ്ത് ഇങ്ങനെ പപ്പടം പൊരിച്ചത് അതേപോലെ നമ്മളിതുപോലെ എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കുന്നത് ഒരു തവണയും കൂടി ഞാൻ യൂസ് ആക്കും കേട്ടോ. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നറിയാം, എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന്. പിന്നെ ഇതാ വെയിലൊക്കെ കണ്ട് വിരിച്ചിട്ട വിരിപ്പും കാര്യങ്ങളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ബാക്കിൽ ഷീറ്റിൻ്റെ അവിടെ നല്ല മാറാല പിടിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായി ഒന്നിങ്ങനെ വൃത്തിയാക്കണം വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും അതിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്, പക്ഷേ എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ അങ്ങനെ പിന്നെ ഒന്ന് ഡിലേ ആയി. അപ്പോൾ പിന്നെ അത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ എൻ്റെ മാറാലത്തോട്ടിയും കൊണ്ടൊക്കെയാണ് ഈ ഒരു കളി കേട്ടോ. ഇപ്പോൾ പിന്നെ കുപ്പായൊക്കെ ഇട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാ ഹാളിൽ വന്ന് നോക്കുമ്പോൾ കഴിക്കാൻ കൊടുത്തതൊക്കെ താഴെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് പണി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടാറുണ്ട്. അപ്പം വേഗം റൂമിൽ നിന്ന് തന്നെ അടിച്ചു വാരി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം എന്താ വെച്ചാൽ പിന്നെ മിന്നുവിനെ അവിടെ ഉറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ തുടക്കാനും അടിക്കാനും കയറാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് വേഗം അവിടെ അടിച്ചു വാരി, പിന്നെ ഇതാ ഹാളിൽ ഈ സ്നാക്സ് ഒക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു, അതുമൊക്കെ അടിച്ചു വാരി എടുത്തിട്ട് പിന്നെ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ആകെ 2 മിനിറ്റ് ആയിട്ടുള്ളൂ, പക്ഷേ എവിടെ നിന്നൊക്കെയോ ഉറുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ പപ്പടപാത്രം ഇങ്ങനെ ചെറുതാണെങ്കിൽ നമുക്ക് പപ്പടമൊക്കെ കൊള്ളിക്കാനായിട്ട് പപ്പടം ഇതുപോലെ നടുവൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് കുഞ്ഞു പാത്രത്തിലാണെങ്കിലും പപ്പടം ഇതുപോലെയൊക്കെ പൊരിച്ചിടാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു പപ്പടപാത്രമാണ് ഞാൻ യൂസ് ആക്കുന്നത്, സ്റ്റീലിൻ്റെയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ചോറുണ്ണാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്നും സ്പെഷ്യലൊന്നുമില്ല, ഇതുപോലെ ചെറിയ ചെറിയ കറികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വേഗം തുടക്കാനായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ മിന്നു ഷാനയൊക്കെ നല്ല ഉറക്കത്തിലായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നടക്കുന്ന പ്രശ്നമൊന്നുമില്ല, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവിടെ കയറിയിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സെറ്റീൻ്റെ മേലൊക്കെ കയറിയിരിക്കും. അപ്പോൾ അത് നമ്മുടെ നേരെ ഉമ്മറത്തുള്ള ആ ഒരു സ്ഥലത്തുനിന്ന് മാങ്ങ പൊട്ടിക്കുമ്പോൾ എനിക്ക് തന്നതാണ് കേട്ടോ അവർ. അപ്പോൾ ഇതാ കുറേ മാങ്ങ കിട്ടിയിട്ടുണ്ട്, പഴുക്കോ നോക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.